നമസ്കാരം. മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ബി.ജെ.പിക്ക് നിർണായകമായ ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. മോദി നയങ്ങളിൽ മറ്റ് പാർട്ടി നേതാക്കൾ പോലും ആകർഷിതരായി മാറുന്ന ഈ ഘട്ടത്തിൽ അടുത്ത ദേശീയ അധ്യക്ഷൻ ആരാവുമെന്ന ചർച്ചയാണ് ഇപ്പോൾ പാർട്ടിയിൽ സജീവമായി നടക്കുന്നത്. നിലവിലെ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ കാലാവധി നേരത്തെ അവസാനിച്ചതാണ്. എങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ പരിഗണിച്ച് ഇത് നീട്ടി നൽകുകയായിരുന്നു. നിർണായകമായ ഒരു വിവരം ഇപ്പോൾ പുറത്തുവരുന്നത് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വനിതകളെയാണ് പ്രഥമമായി പരിഗണിക്കുന്നത് എന്നതാണ്. അതായത് ജെ.പി. നദ്ദയ്ക്ക് പകരക്കാരി എന്നാണ് അവർ തേടുന്നതെന്നർത്ഥം. പുതിയ കാലത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത് ബി.ജെ.പി. വനിതയെ അമരക്കാരിയായി നിയമിച്ചാൽ അത് ചരിത്രമാവുമെന്നാണ് വിലയിരുത്തൽ. ബി.ജെ.പി. അധ്യക്ഷൻ എന്ന നിലയിൽ ജെ.പി. നദ്ദയുടെ കാലാവധി 2023 ജനുവരിയിൽ അവസാനിച്ചു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ അദ്ദേഹത്തിന്റെ കാലാവധി 2024 ജൂൺ വരെ നീട്ടി നൽകുകയായിരുന്നു. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെയും പകരക്കാരെ നിശ്ചയിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് 3 വനിതകളെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന വിവരം പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. വിഷയത്തിൽ മുതിർന്ന പാർട്ടി നേതാക്കൾ വിപുലമായി ചർച്ചകൾ നടത്തി വരികയാണ്. നിർമ്മല സീതാരാമൻ, ഡി പുരന്ദേശ്വരി, വനതി ശ്രീനിവാസൻ തുടങ്ങിയ നേതാക്കളാണ് പ്രധാനമായും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. അതിൽ ആർക്ക് നറുക്കു വീഴുമെന്ന് ഇതുവരെയും തീരുമാനമായിട്ടില്ലെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത തന്നെ വരുമെന്ന കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ട്. ഇതിൽ കൂടുതലും നിർമ്മല സീതാരാമന്റെ പേരാണ് ഉയരുന്നതെന്നതും ശ്രദ്ധേയമാണ്. ബി.ജെ.പി. ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ.പി. നദ്ദ, ജനറൽ സെക്രട്ടറി ബി.എൽ. സന്തോഷ് എന്നിവരുമായി പാർട്ടി ആസ്ഥാനത്ത് അടുത്തിടെ ഉന്നതതല യോഗം നടത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കൂട്ടത്തിൽ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. നിർമ്മലയുടെ സ്വീകാര്യതയും അനുഭവ സമ്പത്തും നേതൃപാഠവും അവരെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതിൽ മുൻനിരയിൽ എത്തിക്കുന്നു. നിർമ്മല സീതാരാമന്റെ വരവ് ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന കണക്കുകൂട്ടലും ചില കേന്ദ്രങ്ങൾക്കുണ്ട്. അടുത്ത മണ്ഡല അതിർത്തി നിർണയത്തിന് ശേഷം നടപ്പിലാക്കുന്നത് പ്രതീക്ഷിക്കുമെന്ന ലോക്സഭയിലെ സ്ത്രീകളുടെ 33% സംവരണം ഏർപ്പെടുത്തുന്നതിനുള്ള പാർട്ടിയുടെ പ്രതിബദ്ധതയെ ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുമെന്നും ചില വിലയിരുത്തലുകളുണ്ട്. മുമ്പ് പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള അവർ പാർട്ടിയുടെ സംഘടനാ തലത്തിൽ ആഴത്തിലുള്ള വേരുകളുള്ളതാണ്. അതിനാൽ തന്നെ അനുഭവ സമ്പത്തും പാർട്ടി ഘടകത്തിലെ പരിചയവും നിർമ്മലയെ കൂടുതൽ സാധ്യതയുള്ള വ്യക്തിയാക്കി മാറ്റുന്നുണ്ടെങ്കിലും വേറെയും പേരുകൾ പാർട്ടിയുടെ പരിഗണനയിൽ ഉണ്ടെന്നാണ് ലഭ്യമായ വിവരം. ഇക്കൂട്ടത്തിൽ ബി.ജെ.പിയുടെ ആന്ധ്രാപ്രദേശ് മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡി പുരന്ദേശ്വരിയാണ് മറ്റൊരു പ്രധാന പേര്. ബഹുഭാഷാ നേതാവായ പുരന്ദേശ്വരിക്ക് രാഷ്ട്രീയ മേഖലകളിലെല്ലാം മികച്ച ട്രാക്ക് റെക്കോർഡുണ്ട്. കൂടാതെ ദക്ഷിണേന്ത്യയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള പാർട്ടിയുടെ നീക്കങ്ങൾക്ക് ഇവരുടെ വരവും ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ. നിലവിലെ സാഹചര്യത്തിൽ ആരായിരിക്കും ജെ.പി. നദ്ദയുടെ പിൻഗാമി എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തമായ ഉത്തരം കിട്ടിയില്ല. എന്നിരുന്നാലും ചില സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.